നമസ്കാരം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു, അതിന്റെ റിസൾട്ടും വന്നു. അതിന്റെ ആരവങ്ങളിലേക്ക് യൂട്യൂബ് ചാനലുകളും മറ്റ് ചാനലുകളും ഒക്കെ പോയി. ന്യൂസ് അവറുകളും മറ്റെല്ലാം ആ നിലയ്ക്ക് സംസാരിക്കുന്നു. ഇനി കേരള രാഷ്ട്രീയം എങ്ങനെ എന്നതിനെ കുറിച്ചുള്ള ചിന്ത. എന്നാൽ ഇതിനിടയിൽ നമ്മൾ മറന്നുപോയ ഒരു കേസുണ്ട്, യദുവിന്റെ കേസ്. ഡ്രൈവർ യദുവിന്റെ ഒരു സമയത്ത് ഇതിലും വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്ന ചാനലുകൾ പ്രൈം ടൈം ചർച്ചയാക്കിയിരുന്ന ഒരു വിഷയമാണ് യദു മേയർ കേസ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ചാനലുകളൊക്കെ യദുവിനെ മറന്നു എന്ന് തോന്നുന്നു. അതുപോലെ മലയാളികളും ഒട്ടൊക്കെ മറന്നു തുടങ്ങി എന്ന് പറയാം. കാരണം മലയാളികൾക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം കേവലം ഒരു വാർത്തകൾ മാത്രമാണ്. അത് വാർത്തകൾക്കപ്പുറം അവനവന്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും വരുമ്പോഴും തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വരുമ്പോഴും മാത്രമേ അതൊരു സ്ഥിരമായ പ്രശ്നമായി നിലനിൽക്കാറുള്ളൂ. മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തു എന്ന് നമ്മൾ പറയുമ്പോഴും മലയാളികൾ ഒന്നടങ്കം മറക്കാനും കൂടി ഏറ്റെടുത്തു എന്നുകൂടി നമ്മൾ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിനുശേഷം അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ആരും എന്തെങ്കിലും പറയുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ ഡിഫറെന്റ് ആംഗിൾസ് എനിക്ക് അതിന് കഴിയുന്നില്ല. കാരണം യദു എന്ന ഒരു മനുഷ്യൻ, ഒരു പച്ചായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം, ആ പോരാട്ടത്തിൽ അവസാനം വരെ നിലനിൽക്കണം, അദ്ദേഹത്തിന് നീതി ലഭിക്കുന്നവരെ കൂടെ നിൽക്കണം. അതിന് വീഡിയോയുടെ റീച്ചോ മറ്റു കാര്യങ്ങളോ ഒരു വിഷയമല്ല എന്നതാണ് എൻ്റെ ഒരു നിലപാട്. മറ്റു കാര്യങ്ങൾ എല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ ഇതുകൂടി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം യദുവുമായി കുറച്ചു നേരം എനിക്ക് സംസാരിക്കാൻ സാധിച്ചു. ആ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ്. ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, തൊഴിലെടുക്കാൻ പ്രാപ്തിയുള്ള, എന്ത് തൊഴിലും ചെയ്യാൻ മടിയില്ലാത്ത, അതിന് സാധിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ അയാൾക്ക് അത് സാധിക്കാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. കാരണം അയാള് ഇന്ന് KSRTCന്റെ ഒരു ജോലിക്കാരനാണ്. KSRTCന്റെ ജോലിക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ബസ്സിൽ പോകാനോ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെ നോക്കാനോ സാധിക്കുന്നില്ല. എന്തിനാണ് ഇങ്ങനെ അദ്ദേഹത്തെ കെട്ടിയിട്ടേക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. KSRTC എന്ന സ്ഥാപനം കുറ്റവിമുക്തനാണ്, ഇദ്ദേഹം പ്രാഥമികമായി കുറ്റക്കാരനല്ല എന്ന് വിജിലൻസ് അന്വേഷണം കണ്ടെത്തി. ആ കണ്ടെത്തിയ റിപ്പോർട്ട് മന്ത്രിക്ക് കൊടുത്തു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു എന്ന് പറയുന്നു. എന്നിട്ടും അദ്ദേഹത്തെ ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ആർക്കൊക്കെയോ വേണ്ടി ഇങ്ങനെ ചൂട്ടുപിടിക്കുമ്പോൾ തകർന്നു പോകുന്നത് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന്റെ കണ്ണുനീർ സത്യത്തിൽ ആരും കാണുന്നില്ല. അദ്ദേഹത്തിന് ഒരു വരുമാനം ഇല്ല, വരുമാനത്തിന് പോകാനും സമ്മതിക്കുന്നില്ല. നായ തിന്നുകയുമില്ല, പശുവിനെ തിന്നാൻ സമ്മതിക്കുകയുമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ഒന്നുകിൽ യദുവിനെ ജോലിക്ക് പോകാൻ അനുവദിക്കണം, ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം, ടെർമിനേറ്റ് ചെയ്യണം, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ KSRTCന്റെ താൽക്കാലിക ജീവനക്കാരനല്ല എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിൽ പോയി അദ്ദേഹത്തിന്റെ ജീവിതം നോക്കിക്കൊള്ളും. അതല്ലെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കണം, അതും ചെയ്യുന്നില്ല. ഇത് രണ്ടും ചെയ്യാത്തത് കൊണ്ട് സാമ്പത്തികമായി യദുവിന്റെ കാര്യം വളരെ പരുങ്ങലിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അദ്ദേഹത്തിന് മറ്റു വരുമാനങ്ങളില്ല. ഇതിനിടയിൽ പിതാവിന്റെ ജോലി എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, കേവലം ഒരു തുന്നൽ മെഷീൻ, എപ്പോഴെങ്കിലും സർവീസ് ചെയ്യാൻ കിട്ടുന്ന ഒരു മെഷീൻ ശരിയാക്കി പോയി കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞൊക്കെ ആയിരിക്കും പിന്നെ അടുത്ത സർവീസിന് വരുന്നത്. അപ്പോൾ 10-50 രൂപ കൊണ്ട് ഒരു ദിവസം കഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ യദു. അപ്പോൾ യദുവിന് വേണ്ടിയിട്ട് പലരും പല കാര്യങ്ങളും സാമ്പത്തിക സഹായം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുള്ളവർ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ ഇനി നിങ്ങൾ കാണുന്നത് യദുവുമായിട്ടുള്ള ഞാൻ സംസാരിച്ചുള്ള ആ സംസാരത്തിന്റെ ഒരു ഭാഗമാണ്. വീഡിയോ ലെങ്ത് വളരെ അധികം കൂടും എന്നതിനാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇതിൽ ഞാൻ ചേർക്കുന്നില്ല. നമുക്ക് യദുവുമായിട്ടുള്ള ആ സംസാരത്തിന്റെ ആദ്യ ഭാഗം ഈ വീഡിയോയിൽ ഇനി തുടർന്ന് കാണാം. യദു, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു. യദുവിന്റെ അപ്പനെ വിളിച്ചുകൊണ്ടായിരുന്നു അതിന്റെ തമ്പനയിൽ കൊടുത്തിരുന്നത്, ഹെഡ്ലൈൻ കൊടുത്തിരുന്നത്. യദുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, യദുവിനെ വിളിച്ചിട്ട് സംസാരിക്കാൻ പറ്റൂല, ഭയങ്കര ബിസിയാണ്, രാത്രി 12 മണിക്ക് വിളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ആക്ഷേപിച്ച് കണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. യദുവിനെ ആക്ഷേപിച്ചുണ്ട്. എന്താണ് ആ സംഭവം? അത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ എന്തോന്ന് പറഞ്ഞ ഒരു ചാനലാണ്. അപ്പൊ ആള് വിളിച്ചിട്ട് വിളിച്ചൊന്നുമില്ല, എനിക്ക് ഓർമ്മയില്ല. സത്യം പറഞ്ഞ ഞാൻ ഓർമ്മയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവന് സന്തോഷ് ബ്രഹ്മി വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ആളുകൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഓർമ്മയില്ലാത്ത എന്താ വെച്ചാൽ നമ്മളെ ഒരു സാധാ ഒരു മനുഷ്യനല്ലേ, നമുക്ക് എല്ലാം ഓർത്തിരിക്കാൻ പറ്റൂ. ഇത്രയും നല്ല ഞാൻ പണ്ട് മീഡിയാസിന്റെ കൂടെയും കവർ ചെയ്ത് ഇങ്ങനെ നടന്ന ഒരാളല്ല. എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞത് അത് കുറ്റമായിട്ടാണ് പറയുന്നത്. നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു പരിധി ഉണ്ടല്ലോ.
ഇത്രയും ആൾക്കാരും കൂട്ടവും ആവുമ്പോ നമുക്ക് ശ്രദ്ധ വരില്ല. ആരെയൊക്കെ വിളിച്ച് ശരി കാണാന്നൊക്കെ പറഞ്ഞു വരാൻ പറഞ്ഞ് വന്നില്ല. അതിപ്പോ അവര് വരാത്തതിന്റെ കുറ്റമല്ല. വന്ന് യദുവിനെ സപ്പോർട്ട് ചെയ്യാനല്ല, യദുവിന്റെ തോണ്ടിയെടുക്കാനാണെന്ന് പറഞ്ഞ കേട്ടോ ആ വീഡിയോയില്. പിന്നെ ആ യദുവിന്റെ തോണ്ടിയെടുക്കാനെന്ന് വെച്ചാൽ യദു സത്യമായിട്ട് പറയുന്ന കാര്യത്തിൽ ഒരു മാറ്റം ഇന്നേ വരെ വന്നിട്ടില്ല ഒരു ചാനലിൽ. ആകെ ഒരു അബദ്ധം പറ്റിയെന്നുള്ള ആ വണ്ടി അതാണെന്ന് തെറ്റിദ്ധരിച്ചു. അതാണ് പറ്റിയ അബദ്ധം. സംഭവം ഞാൻ ആ വണ്ടിയെ പോലെ ഇരിക്കുന്നുണ്ട്, ആ വണ്ടിയാണെന്ന് വിചാരിച്ചു. അതിന്റെ സൈഡിൽ കൂടെ പോയ ഞാൻ മെമ്മറി കാർഡ് എടുത്തെന്നല്ലേ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില്. ഇത് ഒരുപാട് തിരക്കാണ്, ഭയങ്കര ബിസിയാണ്, ഒരുപാട് ചാനലുണ്ട്, കാണാൻ പറ്റൂല എന്നാണ് ആ ചാനലിൽ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു എന്നാണ്. പക്ഷെ വളരെ ആക്ഷേപിച്ചുകൊണ്ടാണ് പിന്നെ ആ ചാനലിന്റെ ആള് സംസാരിച്ചേക്കണേ. അത് മനസ്സിലാവുമല്ലോ. ഒരു ന്യായീകരണം നടത്തുന്ന ആൾക്കാരെ എപ്പോഴും ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. സത്യവും ശരിയൊന്നും അവർക്കില്ല. ഇപ്പൊ അവരെ ഏതായാലും അങ്ങേരെ സപ്പോർട്ട് ചെയ്യുന്ന, അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന ആരായാലും എന്തായാലും അദ്ദേഹം പറയുന്നെന്ന് വെച്ചാൽ എപ്പോഴും ന്യായീകരിച്ചേ പറയുള്ളൂ. ഇടയ്ക്ക് BJP ചീത്ത വിളിച്ചോണ്ട് പറഞ്ഞ്, കോൺഗ്രസിനെ ചീത്ത വിളിച്ചോണ്ട് പറയുന്നു. അപ്പം വേറെ ആരെയും ചീത്ത വിളിച്ചോണ്ട് പറയാത്തോണ്ട് നമുക്കറിയാം ഏത് പാർട്ടിക്കാരാണെന്നും എന്ത് ആണെന്നും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പൊ പൊതുവെ മനസ്സിലാവൂല. ന്യായീകരണത്തിന് കുറച്ച് ആൾക്കാരുണ്ട്, അതിൽ പെട്ട ഒരാളാണ്. അല്ല ചക്കരേ മുത്തേ മോനെ ഏതു നിന്നെ ഞാൻ എടുക്കുകയാണെന്നാണ് പറഞ്ഞത്. നിന്ന് ഞാൻ എടുക്കുകയാണ്. ഭാഗ്യത്തിനെ ഭാഗ്യത്തിന് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് എടുക്കാൻ പറ്റാത്തത് ഭാഗ്യമായി പോയി. അല്ലെങ്കിൽ എന്നെ അങ്ങ് എടുത്തു കളഞ്ഞാണ്. അത് ഒരുപക്ഷെ യദുവിന്റെ ആദ്യ ചാനലുകൾ പിന്നാലെ നടന്നിരുന്ന ഒരു സമയമുണ്ടല്ലോ, ഒരു ബൈറ്റിനുണ്ട് നടന്ന ആ സമയത്തായിരിക്കും തോന്നുന്നു. ആ ബൈറ്റിന് വേണ്ടിട്ട് നടന്നതെന്ന് വെച്ചാൽ എന്നെ നന്നാക്കാനല്ല അവര് നടന്നത്. എന്നെ നന്നാക്കാനല്ല, അവർക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിട്ട്. അത് ഏതൊരു ചാനലായാലും അവരുടെ റേറ്റിങ്ങിന് അവരെ ഉയരത്തിനും വേണ്ടിയിട്ടാണ്. അതെനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പൊ വന്നു. എന്നുവെച്ചാൽ എനിക്ക് മനസ്സിലായില്ല, ആദ്യം മനസ്സിലായില്ല. പിന്നീട് നോക്കുമ്പോ യദുവിന്റെ ഫോട്ടോ, യദുവിന്റെ പേരാ വരുമ്പോ അവിടെ റേറ്റിംഗ് കൂടെയാണ്. അപ്പൊ അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിട്ട്, അല്ലാതെ എനിക്ക് പൈസ തരാനോ എന്നെ നന്നാക്കാനോ അല്ല. പിന്നെ വാർത്ത എന്ന് പറയുമ്പോ അത് നല്ല രീതിയിൽ കൊടുക്കണമായിരുന്നു. ഇവര് എല്ലാരും അടുത്ത വാർത്ത കിട്ടുമ്പോ വേറെ ആൾക്കാരൊക്കെ എല്ലാരും പോയി കഴിഞ്ഞു. ഇലക്ഷന്റെ ഇത് കിട്ടിയപ്പോ എല്ലാരും പോയി. 2 ദിവസം വരും, അത് കഴിയുമ്പോ പിന്നെയും പോകും. അടുത്ത ഇനി യദുവിന്റെ കാര്യത്തിൽ വേറെ വല്ലതും കിട്ടുമ്പോ വരും. ഇപ്പൊ എങ്ങനെ ചെലവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ ഈ പൈസന്റെ കാര്യം പറഞ്ഞോണ്ട് ചോദിക്കണം. ഭയങ്കര ശോകമായിട്ട് വരെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കോടതിയും കേസും കാര്യങ്ങളുമായിട്ട് നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അവരെ ഉദ്ദേശം അതാണ്, ജോലി തരാതെ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ എന്നെ ഇതിൽ നിന്ന് മാറ്റണം എന്നുള്ള രീതിയിലാണ് ജോലി തരാതെ ഇരിക്കുന്നത്. തെറ്റുകാരല്ല തെളിയാതെ എന്നെ അവര് തെറ്റുകാരാണെന്ന് മൊത്തത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു എന്ന് കോടതി ഇങ്ങനെ വിധി മാത്രം വന്നാൽ, എന്നിട്ട് അതിനും താമസിപ്പിച്ചിട്ട് എന്റെ പ്രൂഫുകളെല്ലാം ഉണ്ട്, മീഡിയാസിൽ എല്ലാത്തിലും വന്നതാണ്. പക്ഷെ അവരിപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. എനിക്കാണ് ഇപ്പൊ ജോലി നഷ്ടമായത്. ജോലി കിട്ടിയിരുന്നെങ്കിലേ എനിക്ക് പിന്നെയും എങ്ങനെയെങ്കിലും ഒക്കെ നേരെ പോവായിരുന്നു. പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് എന്റെ ഫൈറ്റ്. ജോലിക്ക് കയറണം, ഇതാണ് എന്റെ ലക്ഷ്യം. ഇപ്പൊ KSRTCയിലെ ജോലിക്ക് ഇപ്പൊ എടുക്കാത്തത് കൊണ്ട് അത് ആകുന്നത് വരെ മറ്റേതെങ്കിലും ബസ്സിൽ പോകുന്നോണ്ട് എന്തെങ്കിലും നിയമ തടസ്സം ഉണ്ടോ? നിയമ തടസ്സം ഉണ്ടല്ലോ. KSRTC എന്ന് പറയുമ്പോ KSRTCയില് പറഞ്ഞു വിട്ടിട്ടില്ല, തിരിച്ചെടുത്തിട്ടുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒന്നും പറഞ്ഞു വിട്ടാൽ നമുക്ക് പോവാം ഏതെങ്കിലും. പിന്നെ ഒത്തിരി പ്രൈവറ്റ് ബസ് ഞാൻ പണ്ട് ഓടിക്കണ്ടെന്ന് എല്ലാരും വിളിക്കുന്നുണ്ട്. പോവാൻ നിവർത്തിയില്ല. പോവാന്ന് വെച്ചാൽ നമ്മളിപ്പോ KSRTCയുടെ ഭാഗമല്ലേ, ഇപ്പോഴും KSRTCയുടെ ഭാഗമാണ്. അവർ പറഞ്ഞു വിട്ടിട്ടില്ല. പോലീസ് ഒരു കേസ് കണ്ടെത്തി കൊണ്ടുവരട്ടെ എന്നാണ് നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി പറയണേ. എന്തെങ്കിലും കേസ് കൊണ്ടുവരട്ടെ, അപ്പൊ ഇവനെ പുറത്താക്കാന്നല്ലേ പറഞ്ഞത്. അപ്പൊ തെറ്റുകാരനല്ലാത്തോണ്ടല്ലേ എങ്ങനെ? അപ്പൊ ഇനി കേസ് കണ്ടുപിടിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കേ പറഞ്ഞു വിടുള്ളൂ എന്നാണ് പറയുന്നത്. മന്ത്രിയുടെ അടുത്ത് എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചോ? സാമ്പത്തിക സഹായം എന്തെങ്കിലും ചോദിച്ചിരുന്നോ? ഇല്ല. എന്ത് ചോദിക്കാന്ന് വെച്ചാൽ അറിഞ്ഞ് ചെയ്യേണ്ടതും ചോദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇത്രയും ബുദ്ധിമുട്ടിൽ നടക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മന്ത്രി ഒരു പ്രഗ്നന്റ് ഒരു ലേഡിക്ക് KSRTC ഡ്രൈവറും കണ്ടക്ടറും കൂടെ എത്തിച്ചെന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് അനുമോദിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടും അവര് ചെയ്തത് കുറ്റമാണെന്ന് അറിഞ്ഞിട്ട് പോലും മന്ത്രി ഒറ്റ അക്ഷരം വാ തുറന്നിട്ടില്ല. യദുവിന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് മാത്രം ഒരു വാക്ക് അവസാനമായിട്ട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല.
മന്ത്രി ഒന്നും വാ തുറക്കുന്നില്ല, പോലീസുകാർ നോക്കട്ടെ എന്നാണ് പറയുന്നത്. യദുവിന്റെ ചെലവ് കാര്യങ്ങൾ അല്ലെങ്കിൽ യദുവിനൊരു കുടുംബം ഉണ്ട് എന്നുള്ളത് മന്ത്രിയുടെ ശ്രദ്ധയിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് അറിയൂ? ഇല്ല, ഒറ്റ മനുഷ്യന് പറഞ്ഞിട്ടില്ലല്ലോ. ഇത്രയും പാർട്ടിയും സംഘടനകളും ഉണ്ടായിട്ട് ആരും അതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒന്നുമില്ല. എല്ലാരും ഇലക്ഷന്റെ പിന്നാലെയാണ്. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അത് എന്റെ മാത്രം ബുദ്ധിമുട്ടല്ലേ. ഇത്രയും ചാനലുകൾ ഉണ്ടായിരുന്നു, എത്ര പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആരും ഒന്നും ഇതിനെ കുറിച്ച് ഫോളോ അപ്പ് പോലും ചെയ്യുന്നില്ല. മന്ത്രിയുടെ ശ്രദ്ധയിൽ ആരും പെടുത്തില്ല പ്രാദേശികമായിട്ട്? ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ പ്രാദേശികമായിട്ട് അംഗമാണോ? അത് നമ്മൾ ഒരിക്കൽ തെളിയിച്ചാണല്ലോ അംഗമായിരുന്നോ ഇല്ല എന്നുള്ളത്. ഇപ്പൊ ഒന്നിലും അംഗമല്ല, അതല്ലേ കുഴപ്പം. ഏതെങ്കിലും പാർട്ടിയിൽ അംഗമായിരുന്നെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും പാർട്ടി എന്നെ കുറിച്ച് എന്റെ ഇതുപോലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ പറയില്ലായിരുന്നു. ഇപ്പൊ ആകെയുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വരുമാന പ്രശ്നമുണ്ട്, ജോലിന്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു വരുമാന പ്രശ്നം ചെറിയൊരു പ്രശ്നമല്ല. ചേട്ടൻ അറിയാലോ, നമുക്കൊരു 50 രൂപയുടെ സാധനം കൊച്ചിനായാലും ഒരു 10 രൂപ വട വാങ്ങിച്ചു കൊടുക്കാൻ പോലും ഇല്ലാത്ത പൈസ വരുമ്പോ അവൻ ചോദിക്കുമ്പോ വാങ്ങിച്ചു കൊടുക്കാൻ വരുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഇപ്പൊ നമുക്ക് അനുഭവിച്ചാലേ അറിയാവൂ. നമ്മളെ ആ ബുദ്ധിമുട്ട് നമുക്ക് വരണം. എന്താന്ന് വെച്ചാൽ ഈ മന്ത്രിമാർക്കായാലും വലിയ വലിയ ആളുകൾക്കായാലും അവർക്ക് ആവശ്യത്തിലധികം അവർ വലിയ വലിയ ഹോട്ടലിൽ കഴിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ഇടയിൽ കിടന്ന് ജീവിക്കുന്ന തുച്ഛമായിട്ടുള്ള ശമ്പളത്തിന് ജീവിക്കുന്ന നമ്മളെങ്ങനെ ദ്രോഹിക്കുന്നത് വളരെ അത് പറയാൻ പറ്റില്ല. നല്ല വിഷമം ഉള്ള കാര്യമാണ്. അത് വാക്കുകളിലൂടെ പറയാനുള്ളതല്ല. ആളുകളെ സഹായം ഇങ്ങനെ ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ള ഗതികേട് വന്നുപോയി. അതായത് ജോലി ചെയ്യാനുള്ളൊരു അവസരമുണ്ട്, ജോലി ചെയ്യാൻ മനസ്സുണ്ട്, ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അതാണ് പ്രശ്നം. സമ്മതിക്കുന്നില്ല, അതാണ് സമ്മതിക്കുന്നില്ല. നമ്മളെങ്ങനെയെങ്കിലും നശിപ്പിക്കുക, മാനസികമായിട്ടും ശാരീരികപരമായിട്ടും അല്ലെങ്കിൽ മെന്റലി ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവര് ചെയ്തുകൊണ്ടേയിരിക്കും, ഇവർക്ക് വിജയം കണ്ടെത്തുന്നവരെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇവര് വിജയം കണ്ടെത്താൻ ഇവരുടെ ഭാഗത്ത് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഇവര് വിജയം കണ്ടെത്തൂല. എന്താന്ന് വെച്ചാൽ എനിക്ക് ഇതില് സത്യാവസ്ഥ എന്തായാലും മുന്നോട്ട് കൊണ്ടുവരണം, എല്ലാവരും ജനങ്ങൾ മൊത്തം അറിയണം. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഈ നേതാക്കന്മാര് ആരെങ്കിലും ഒരു നല്ലൊരു മനസ്സുള്ള ഏതെങ്കിലും ഒരു നേതാവ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അന്ന് തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഇവര് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയാണ്, തെറ്റ് ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണേ. ഇവര് തെറ്റ് ചെയ്തെങ്കിൽ തെറ്റ് ചെയ്തെന്ന് അംഗീകരിക്കുക. അത് അവരെ അംഗീകരിച്ച തെറ്റ് ചെയ്തിട്ടുണ്ട് അവര് അതിനനുസരിച്ച് മാറ്റി നിർത്തണം. അപ്പൊ പാർട്ടിക്ക് ഒരു ഇമേജ് വരെയാണ് ചെയ്യുന്നത്. പക്ഷെ പാർട്ടി അത് ഇവരെ അക്സെപ്റ്റ് ചെയ്ത് ഇവരെ കൂടെ പിടിച്ചിരിക്കുകയാണ്. ഓപ്പോസിറ്റ് പാർട്ടി കോൺഗ്രസ് യദുവിന് വേണ്ടിയിട്ട് സമരം നടത്തുകയും ബസ്സിൽ പോസ്റ്റർ ഒട്ടിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. ആ ഭാഗത്തുനിന്ന് UDF-ന്റെ നേതാക്കന്മാർ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, ആരും അന്നത്തെ പോസ്റ്റർ ഒട്ടിപ്പം വെള്ളവും അല്ലാതെ ആരും വന്നിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല. ആരും സംസാരിച്ചിട്ടില്ല. എനിക്ക് വേണ്ടിട്ട് ആരും ഒരു പാർട്ടി നേതാക്കന്മാരും സംസാരിച്ചിട്ടില്ല. എല്ലാരും അന്ന് വിളിച്ച് സപ്പോർട്ടുണ്ട്, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ ആരും വിളിച്ചിട്ടുമില്ല, അനക്കവും ഇല്ല, ആരെയും ഒരു ഇതുമില്ല. എല്ലാരും ഞാൻ പറഞ്ഞില്ല കേട്ടോ, അവരോരോ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായ അന്ന് ഞാൻ പറഞ്ഞില്ലേ, കണ്ടവന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണുമെന്നല്ല ചെയ്യലെന്ന് പറഞ്ഞ. സ്വന്തം അമ്മയ്ക്ക് വരുമ്പോഴേ ഉള്ളൂ കുഴപ്പം, സ്വന്തം അമ്മയ്ക്കോ സഹോദരങ്ങൾക്ക് വരുമ്പോഴേ ഉള്ളൂ. ഇപ്പൊ ഞാനായാലും ഇപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയാലോ അല്ലെങ്കിൽ ഇപ്പൊ വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരണമെന്ന് കണ്ടു കഴിഞ്ഞാലോ എൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ സഹായിക്കും. അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും എന്തെങ്കിലും മുത്തശ്ശിമാരോ വയസ്സായ ആൾക്കാരോ റോഡ് ക്രോസ് ചെയ്യാൻ നിന്നാൽ പോലും ഞാൻ കൈ പിടിച്ച് അപ്പുറത്ത് കൊണ്ടാക്കാറുണ്ട്. അതെന്റെ മനസ്സ്. നമുക്ക് വേണമെങ്കിൽ പോവാം, നമ്മുടെ കാര്യം നോക്കി പോവാം, അവരെങ്ങനെ ക്രോസ് ചെയ്യട്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് ഭൂരിഭാഗം ജനങ്ങൾ ഇപ്പൊ ഉള്ളത്. അവരവരെ കാര്യം നോക്കുന്ന സെൽഫിഷ് ആയിട്ടുള്ള മനസ്ഥിതിയുള്ള ആൾക്കാരാണ് കൂടുതൽ. പക്ഷെ ഇത് നാളൊരു കാലത്ത് അവർക്ക് വരുമ്പം അത് മനസ്സിലാക്കും. അത്രേ ഉള്ളൂ.